നമ്മളുടെ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ നമ്മളൊരു ഭാഗത്തൊക്കെ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് കുറേയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ. ഓണം നോക്കുമ്പോൾ നമ്മളെ സ്കൂളിലെ ഓണം പരിപാടിയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ. സ്കൂളിലും നമ്മുടെ നാട്ടും പുറത്താണ്, ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ക്ലബ്ബൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും കൂടെ ചേർന്നിട്ട് അത്തപ്പൂ ഇടലും കമ്പുകൾ കയറ്റും, അങ്ങനെയുള്ള വളരെ ഹാപ്പിയാണ്. ഫസ്റ്റ് ഓണാണ്. പ്രൈസ് കൊടുത്തതിന് ശേഷം നമ്മൾ ആഘോഷിച്ചിട്ട് നമ്മൾ ഈ ചാണകം വയ്ക്കുമല്ലോ, അത് വലിച്ചെടുത്ത് മുഖത്ത് കളിച്ചിട്ടുണ്ട്. അതോ അറിയാതെ ആഘോഷത്തിനിടയിലെ പറ്റിയതാണ്. ലവ് മാരേജ് പറഞ്ഞു ഫിലിം റിവ്യൂസിനുള്ള അപ്രോച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. എനിക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ പേടിയുള്ള ഒരാളായിരുന്നു, ചമ്മലുള്ള ഒരാളായിരുന്നു. കോമഡിയിലാണ് എനിക്ക് അത് കുറച്ചുകൂടെ ഇതായിട്ട് തോന്നിയത്. കോമഡിയിലാണ് നമ്മുടെ ട്രാക്ക് മാറി കോമഡിയിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഇക്കാര്യം പറയുന്നവരുണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ വരുമ്പോ ആ ഗർഭിണിയായ കൊച്ചിനായിട്ട് കഷ്ടപ്പെടുത്തുന്നോ, അതിന് ഇത്തിരി റെസ്റ്റ് കൊടുത്തോടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാര്യം പറയുന്നു. കണ്ട് ഞങ്ങളെ ഇഷ്ടപ്പെടുന്നുള്ളൂ പറയുന്നത് വലിയൊരു കാര്യം. ഞാനേ ഇന്ന് പുതിയൊരു റോളിലാ, മൈജി ബ്രാൻഡ് അഡ്വൈസർ. സെമി ഓട്ടോമാറ്റിക്, ഫുള്ളി ഓട്ടോമാറ്റിക്, ഫ്രണ്ട് ലോഡ്, ടോപ്പ് ലോഡ്, വാഷിംഗ് മെഷീന്റെ വൈഡ് റേഞ്ച് അല്ലേ മൈജിയിൽ. ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ നിന്നാണെന്ന് തീരുമാനിച്ചാൽ മനസമാധാനം അത് ഉറപ്പ്. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. മാറ്റ്നി ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ എല്ലാവരും തകർത്താഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കളിയും ചിരിയുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമാറ്റിക് മീ എന്ന യൂട്യൂബ് ചാനലിലെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ്, സ്പെഷ്യലി എൻ്റെ ഒരു കുറച്ചുകൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള നബീലേട്ടനും അസിനേച്ചിയാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെയാണ് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ നിങ്ങളുടെ ഒരു ഫോളോവറാണ്. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് നിങ്ങളെ. ബേസിക്കലി ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പം വിഷമമായാലും എന്തൊരു ഇതിലിരുന്നാലും നിങ്ങളുടെ 2-3 വീഡിയോസ് കാണുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പേരല്ല, മെയിൻലി കൊസ്രാ കൊള്ളി, കൊണ്ടാൻ വേണ്ടി അങ്ങനെ കുറച്ച് ഡയലോഗ്സ് ഉണ്ടല്ലോ, അതാണ് എനിക്കിപ്പോഴും ഫസ്റ്റ്. അങ്ങനെ പറഞ്ഞതല്ല എങ്കിലും എനിക്ക് ഫസ്റ്റ് എനിക്ക് അതാണ് കേട്ടോ. പിന്നെ കിങ്ങിണി മോള് അതെൻ്റെ ഫേവറേറ്റ് ആട്ടോ. കിങ്ങിണി മോളും മാമനും അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയതിൽ. ഓക്കെ, അപ്പൊ ഈ വാക്കുകൾ കൊസ്രാക്കൊള്ളി ഇതൊക്കെ എവിടുന്നാണ്, എങ്ങനെ നമ്മളുടെ ട്രിവാൻഡ്രം സ്ലാങ്ങില് നമ്മളൊരു ഭാഗത്തൊക്കെ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് കുറേയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. നമ്മള് ചുമ്മാ ഒക്കെ നമ്മള് കോളേജിൽ ഫ്രണ്ട്സിനോടായിരുന്നാലും ഒക്കെ ചുമ്മാ പറയുന്ന കുറെ വാക്കുകൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ എഴുതുമ്പോ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നതാണ്, നാച്ചുറലി വരുന്ന സംഭവം. ആരെങ്കിലും ഈ കമന്റ് സെക്ഷനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എടുത്ത് ഈ വാക്കുകളെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കത് പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു കുറെ വാക്കുകൾ. നിങ്ങളുടെ സ്ലാങ് ഉണ്ടല്ലോ, ഇതിപ്പം ചേച്ചി ആയാലും എനിക്ക് തോന്നുന്നു നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ? റീല് വേറെ കാര്യങ്ങളാണ്. സൗണ്ട് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഇത് മാറ്റുന്നതാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഇതായിട്ട് മാറ്റുന്നില്ല. ചിലതൊക്കെ നമ്മള് 1 മിനിറ്റ് തയ്ക്കാൻ പറ്റാതെ വരുമ്പോ കുറച്ചൊന്നും ഫാസ്റ്റ് ആക്കാറുണ്ട്. ബാക്കിയുള്ള ഒറിജിനൽ ശബ്ദം തന്നെയാണ്, കുറച്ചുകൂടെ സ്പീഡിലാണ്. നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ആക്ഷൻ പറയുമ്പോഴത്തേക്ക് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൗണ്ട് കുറച്ചൊന്ന് ചേഞ്ചും ആവും, സ്പീഡും ആവും. അതങ്ങനെയാണ് അങ്ങനെ ആ ശബ്ദം വരുന്നത്, ആ സ്പീഡും വരുന്നത്. ഓക്കെ, അപ്പോൾ ഓണം എത്തി. അപ്പോൾ ഓണത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫസ്റ്റ് മനസ്സിലോട്ട് വരുന്നത് എന്ത്? ഓണം എന്ന് കേൾക്കുമ്പോൾ 2 പേർക്കും ഓണം നോക്കുമ്പോൾ നമ്മളെ സ്കൂളിലെ ഓണപരിപാടിയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ. സ്കൂളിലും കോളേജിലൊക്കെ ഓണപരിപാടിയാണ് എൻ്റെ മനസ്സിൽ. ഓണസദ്യ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. നമ്മള് സ്കൂളിലും കോളേജിലൊക്കെ നമ്മൾ ഓണപരിപാടി ഓണാഘോഷിക്കുന്നതും അത്തപ്പൂക്കൾ ഇടുന്നതും ഒക്കെയാണ് എനിക്ക് എൻ്റെ മൈൻഡിൽ ഓർമ്മ ആയിട്ട് ആദ്യം വരുന്നത്. നമ്മുടെ നാട്ടും പുറത്താണ്, ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ക്ലബ്ബൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും കൂടെ ചേർന്നിട്ട് അത്തപ്പൂ ഇടലും കമ്പുകൾ കയറ്റും, അങ്ങനെയുള്ള കുറേ മത്സരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ നമ്മളെ വീട്ടിലോട്ട് പോയപ്പോഴത്തേക്കും ഇക്കാര്യത്ത് പറഞ്ഞതേ ഉള്ളൂ, ഇവിടെയാണ് ഞങ്ങള് മത്സരങ്ങളൊക്കെ നടത്തുന്നത് എല്ലാ വർഷവും ഓണം. അതെ, ഇപ്പൊ അങ്ങനെ ഇപ്പം കുറഞ്ഞു വരുന്നു. ഈ ഇത്തവണത്തെ ഓണം കുറച്ചുകൂടെ സ്പെഷ്യൽ ആണെന്ന് പറയാം. ഒരു കുഞ്ഞ് അതിഥിയും കൂടെ വന്നിട്ടുണ്ട്.
അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സ്പെഷ്യൽ ഓണമാണ്? വളരെ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. അതിന്റെ ഫസ്റ്റ് ഓണമാണ്. ഓണാണ്. അവക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ള സദ്യ സദ്യ കൊടുക്കുന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ കൊടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളിപ്പോ അച്ഛനും അമ്മയായി കഴിഞ്ഞു. അപ്പം നിങ്ങളുള്ള ചേഞ്ചസ് എന്താണ് രണ്ടുപേർക്കും? ഒന്നിനും സമയം തികയുന്നില്ല. ഒരു 5-6 മണിക്കൂർ കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്നുണ്ട്. ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ? നല്ല ഡിഫറെന്റ് ആയി. നല്ല ഡിഫറെന്റ് ആയി. എനിക്ക് വന്ന് കുറച്ച് വീഡിയോസ് കുറഞ്ഞു എന്ന് തോന്നുന്നു. നമ്മള് എടുക്കാൻ പറ്റാതെ പുള്ളിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഞാൻ ഡെയിലി ഒരു 2-3 hours ഒക്കെ ഉറങ്ങാറുള്ളൂ. ചേട്ടൻ അപ്പൊ ആരാ രാത്രി കുഞ്ഞു ഉണരുമ്പോഴൊക്കെ? ഞങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം ഞാൻ കൂടുതൽ കിടന്ന് ഉറങ്ങും. അവള് ചീത്ത വിളിക്കാറുണ്ട്. എന്നാലും ഇരിക്കാറുണ്ട്, ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ സ്കൂളിലാണോ എന്ന് പറഞ്ഞല്ലോ, കോളേജിൽ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓണം മൊമെന്റ് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മറക്കാനാകാതെ എന്തെങ്കിലും അങ്ങനെ ഓണം വടംവലി അങ്ങനെ എന്തെങ്കിലും? വടംവലിയെ കൊണ്ട് അതേപോലെ ഓണം കഴിഞ്ഞിട്ട്, അതായത് ഓണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ബെസ്റ്റ് അത്തമത്തിന് ഒരു പ്രൈസ് കൊടുക്കും. പ്രൈസ് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പം അത് പ്രൈസ് കൊടുത്തതിന് ശേഷം നമ്മൾ ആഘോഷിച്ചിട്ട് നമ്മൾ ഈ ചാണകം വയ്ക്കുമല്ലോ, അത് വലിച്ചെടുത്ത് മുഖത്ത് അറിഞ്ഞിട്ടുണ്ട്. അത് അറിയാതെ ആഘോഷത്തിനിടയിലെ പറ്റിയതാണ്. അവസാനം എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ പുറത്തായി, എൻ്റെ പുറത്തായി, ഇങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കഴിയാതൊക്കെയാണ് എനിക്ക് ആദ്യമായിട്ട് ഇതിനെ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു. ചേച്ചി ടീച്ചറാണ്. സ്കൂളിൽ ഓണമൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂളിൽ ഞാനൊരു റെസിഡൻഷ്യൽ സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ തന്നെയാണ് കുട്ടികളെ റെഡിയാക്കുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. തിരുവാതിരകൾ നമ്മൾ തന്നെയാണ് അവരെ പഠിപ്പിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഞങ്ങളും തിരുവാതിര കളിക്കാറുണ്ടായിരുന്നു. ഫസ്റ്റാണ് അമ്മ എന്നാണ്, അമ്മയാണ്. നമ്മൾ ഓരോ കുട്ടിക്കും ഓരോ അമ്മയുണ്ട് അവിടെ. ഞാനൊരു ടീച്ചറായിരുന്നു അങ്ങനെ. അപ്പം ചേട്ടൻ എന്താ പഠിച്ചത്, എങ്ങനെയായിരുന്നു? ഞാൻ പഠിച്ചത് ഡിഗ്രി കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ചെയ്തു, PG ലിറ്ററേച്ചർ ചെയ്തു, പിന്നെ PG ജേർണലിസം ചെയ്തു. ഞാനും ജേർണലിസം ഫീൽഡിലെ എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമറ, എഡിറ്റിങ്, സ്ക്രിപ്റ്റിങ്, എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴാണ് ഈ സിനിമാറ്റിക് മീ എന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം അങ്ങനെ ഒരു ഐഡിയ? അല്ല, അത് ഓൾറെഡി അത് സിനിമയാണ് ഉദ്ദേശം. പക്ഷെ നമ്മളെ കയ്യിൽ ഇപ്പം ഡയറക്ഷൻ പഠിക്കാൻ പോകാനുള്ള സാഹചര്യവും നമ്മളെ കുടുംബത്തിൽ ഇല്ലായിരുന്നു. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് അടുത്ത് നിൽക്കുന്നത് ജേർണലിസം ആണ്. അപ്പൊ അതിന് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമാണ്, ക്യാഷും വളരെ കുറവായതുകൊണ്ട് ട്രിവാൻഡ്രം പ്രസ് ക്ലബിലാണ് പഠിച്ചത്. എന്നിട്ട് പിന്നെ ഞാൻ ക്രിയേറ്റീവ് ഹെഡായിട്ട് അവസാനം വർക്ക് ചെയ്തത് ക്രിയേറ്റീവ് ഹെഡായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പം ഡയറക്ഷനിലേക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടോണ്ടാണ് ആ ഒരു പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ്. അതുപോലെ എല്ലാ ഫീൽഡും ഇതുവഴി പഠിക്കാൻ പറ്റും. എല്ലാ ഫീൽഡും കവർ ചെയ്തു എല്ലാം പഠിക്കാൻ പറ്റി. അതുകൊണ്ട് ഇപ്പൊ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ചേട്ടൻ, കണ്ടന്റ് ക്രിയേറ്റർ, എല്ലാം ഫുൾ ഓൾ ഇൻ ഓൾ. അപ്പൊ ചേച്ചി അപ്പൊ ടീച്ചറായിരുന്നല്ലോ. ആ ടീച്ചറിൽ നിന്ന് പെട്ടെന്ന് ഒരു അഭിനയ രംഗത്തോട്ട് വന്നപ്പോഴത്തേക്കൊരു എന്താ ഒരു ചേഞ്ചസും കാര്യങ്ങളും? ഭയങ്കര വലിയ ചേഞ്ച്. എനിക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ പേടിയുള്ള ഒരാളായിരുന്നു, ചമ്മലുള്ള ഒരാളായിരുന്നു. അത് നമ്മൾ ഫസ്റ്റ് വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നന്നായിട്ട് അറിയാൻ പറ്റും അതിൽ ചമ്മല്. ആദ്യം ചേട്ടൻ മാത്രമാണ്, പിന്നെയാണ് ചേച്ചി വന്നത്. അതെ, ഞാനിപ്പോ 1 വർഷം ആവുന്നതേ ഉള്ളൂ വന്നിട്ട്. ഫസ്റ്റ് നല്ല അക്സെപ്റ്റൻസ് കിട്ടിയല്ലേ? പെട്ടെന്ന് അക്സെപ്റ്റൻസ് കിട്ടി എന്നുള്ള ഭയങ്കര സംഭവമാണ്. ഒരു ടീം മാറിയിട്ട് ഒരു പുതിയ ടീമായിട്ട് നമ്മൾ വന്നതാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കയറി ഇതായി. പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകളും ചിരിയാണ് മെയിൻ. ചോറ് കഴിക്കുമ്പോൾ ചിരിച്ചിരിച്ച് സംഭവിച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര സംഭവമാണ്. എല്ലാവരും അങ്ങനെ ചിരിക്കുന്നുണ്ട്. ഞങ്ങളെ വീഡിയോസ് കണ്ട് ഞങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നത് വലിയൊരു കാര്യം. നേരിട്ട് കാണുമ്പോഴും എല്ലാവരും പറയുന്നതാണ് ഈ പറഞ്ഞ പോലെ. വിഷമങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങളെ വീഡിയോസ് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയാണ്. അല്ലെ, എന്റെ ഒരു ഇതിൽ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം ചിരിപ്പിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അപ്പൊ അത് നന്നായിട്ട് ചെയ്യുന്ന ഒരു കഴിവ് തന്നെയല്ലേ? നമ്മളങ്ങനെ എഴുതിയിട്ട് അത് കണ്ടിട്ട് ചിരി വരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ചിരി വരുന്ന നിർത്താൻ പറ്റത്തില്ല. കുറച്ച് ഡയലോഗ് ഇങ്ങനെ ഓർത്തോർത്ത്. അപ്പൊ അത് ഭയങ്കര താങ്ക് യു ആണ്. പിന്നെ ചേച്ചിക്ക് സ്റ്റുഡൻസ് റിയാക്ഷൻസ് എങ്ങനെയായിരുന്നു? ആദ്യം അവർക്ക് എന്നോട് ചോദിക്കും, ടീച്ചറാണോ ഇത് ചെയ്തത്? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, പഠിപ്പിക്കും ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ അല്ലായിരുന്നു. അതൊക്കെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ചേഞ്ച് ആയാലേ പറ്റുള്ളൂ എന്ന് പറയും. ഇപ്പൊ അവർ ഓക്കെ ആണ്. അതിപ്പോ കൊളീഗ്സിന്റെ ഒക്കെ കൊളീഗ്സ് എന്നെ സപ്പോർട്ടാണ് ചെയ്യുന്നത്. നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇനിയും ചെയ്യണം, നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ പറയായിരുന്നു. ഈ പ്രഗ്നൻസി ടൈമിൽ വീഡിയോ ചെയ്തപ്പം എന്തെങ്കിലും ചെയ്യണ്ട എന്നങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? പ്രഗ്നൻസി ടൈമില് സത്യം പറഞ്ഞാൽ കണ്ടന്റ് കൂടുതലായിരുന്നു. ഇക്കാര്യം പറയുന്നവരുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഗർഭിണിയായ കൊച്ചിനായിട്ട് കഷ്ടപ്പെടുത്തുന്നു, അതിന് ഇത്തിരി റെസ്റ്റ് കൊടുത്തോടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാലത്ത് പറയുന്നതാണ്. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് റിലേറ്റബിൾ ആയിട്ട് കുറെ കണ്ടന്റ്സ്, പ്രഗ്നൻസി ക്രേവിങ്സ്
അതൊക്കെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. എല്ലാം നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഇടാറ്. പിന്നെ ഇടയ്ക്കൊക്കെ ഉള്ളത് നമ്മളല്ലാതെ നമ്മുടെ ലൈഫിൽ നിന്നൊക്കെ തോണ്ടിയെടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു കണ്ടന്റ് നിങ്ങൾ എങ്ങനെ സ്ക്രിപ്റ്റ് നേരത്തെ തയ്യാറാക്കി വെക്കുവാണോ? അതെ, സ്ക്രിപ്റ്റ് ചെയ്ത് തന്നെയാണ് ആദ്യം തൊട്ടുള്ള എല്ലാ വീഡിയോസും പക്കായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ. ഇപ്പം അതുപോലെ ഹയർ ചെയ്യുന്നവർക്ക് സാലറി കൊടുത്ത് അങ്ങനെ ഒരു അതെന്താ അങ്ങനെ? അത് സത്യം പറഞ്ഞാൽ നമുക്ക് സിനിമയിലേക്ക് എത്താൻ ഒരു വഴിയില്ലായിരുന്നു. നമ്മളിത് കണ്ടുപിടിച്ച് ഇതിനകത്തോട്ട് വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇനിയുള്ളവർക്ക് നമുക്ക് ചുറ്റോടുള്ള കുറച്ച് പേർക്ക് നമുക്ക് നമ്മൾ വഴി ഒരു ഉപയോഗം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ അതൊരു സാലറി എന്ന് പറയുമ്പോൾ അവർ വർക്ക് ചെയ്യുന്നതിന്റെ ആ ഒരു വാല്യൂ കൊടുക്കുന്നതെന്നുള്ളൂ. വലിയ സാലറി ഒന്നുമില്ല. നമുക്കിത് ചെയ്യാൻ നമുക്ക് വർക്ക് സ്ഥിരമായൊരു സ്റ്റാഫ് നമുക്കില്ല. നമുക്ക് വർക്ക് വരുന്നതനുസരിച്ച് വരുന്ന ആൾക്കാർക്ക് സാലറി ചെയ്യുന്നുണ്ട്. ഇപ്പം കൂടുതൽ യൂട്യൂബ് ഷോർട്സ് അല്ലേ? ഷോർട്സ് കൂടുതലും ഷോർട്സിനാണ് നമുക്ക് കൂടുതലും അക്സെപ്റ്റൻസ് കിട്ടിയത്. ലോങ് വീഡിയോ കാട്ടി അതുവഴിയാണ് നമ്മൾ ചാനൽ ഭയങ്കരമായിട്ട് റീച്ച് 1 മിനിറ്റിൽ അവർക്ക് എല്ലാം കിട്ടുന്നുണ്ട്. ഒരുപാട്. അതുപോലെ തന്നെ ഇപ്പം ഹസ്ബൻഡും വൈഫാണ്, കൂടുതലും ഫാമിലി വ്ലോഗാണ് പ്രിഫർ ചെയ്യാൻ ചാൻസ് കൂടുതൽ. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ കോമഡി ചെയ്യാം? കോമഡി ഓൾറെഡി ഇത് നമ്മള് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കോമഡിയാണ്. പിന്നെ അത് കോമഡിയിലാണ് എനിക്ക് അത് കുറച്ചുകൂടെ ഇതായിട്ട് തോന്നിയത്. കോമഡിയിലാണ് നമ്മുടെ ട്രാക്ക് മാറി കോമഡിയിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പൊ ആ ഉദ്ദേശം പുള്ളി വന്നപ്പോഴും തുടർന്നു എന്നുള്ളതാണ് സത്യം. ഫസ്റ്റ് ടൈം വീഡിയോ ചെയ്യുമ്പോഴേക്ക് എങ്ങനെയായിരുന്നു? ഒരു മനസ്സിലാവും, ഭയങ്കര പേടിച്ച് കരയൊക്കെ ചെയ്ത ഒരു ദിവസം ഞാനിങ്ങനെ സ്റ്റക്കായി നിന്നിട്ട് ഡയലോഗ് മാത്രം പറയുന്നുണ്ട്, റിയാക്ഷൻ ഒന്നും ഇല്ലാതെ പറയുന്നുണ്ട്. ഫസ്റ്റ് വീഡിയോ അങ്ങനെയായിരുന്നു. ചേട്ടൻ മഴക്കൊക്കെ പറയും ഇതൊക്കെ തെറ്റിക്കുമ്പോഴേക്ക്. ഫസ്റ്റ് വീഡിയോയിൽ കരഞ്ഞു. അത് പെട്ടെന്ന് 2-3 തവണ ടേക്ക് വന്നപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് കരഞ്ഞു പോയി. പിന്നെ അങ്ങ് ഓക്കെ ആയിട്ടോ. എത്ര ഞാൻ തെറ്റിച്ചാലോ പേരൻസിനൊക്കെ റിയാക്ഷൻ, ചേച്ചിയും കൂടി ഈ ഫീൽഡിലോട്ട് വന്നു, അപ്പൊ എങ്ങനെ റിയാക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നാട്ടുകാരായാലും നമുക്കറിയാലോ ഇവർക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ കുറെ പേര് നല്ലത് പറയുമ്പോഴാണ് നമുക്ക് പിറ്റേ ദിവസം അതിനെക്കാട്ടി നല്ലൊരു കണ്ടന്റ് കൊടുക്കാൻ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നത്. പക്ഷെ കുറെ മോശം വരുമ്പോൾ നമുക്ക് അടുത്തത് ചെയ്യണോ വേണ്ടെന്നൊരു കമന്റ് സെക്ഷൻ എങ്ങനെയോട് നിങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെ? സാധാരണ നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ടോ? ഭയങ്കര മോശമായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കമന്റ് സെക്ഷൻ പോസിറ്റീവ് ആണ്. അപ്പൊ ഓരോ ദിവസം കുറെ പേര് നെഗറ്റീവ്സ് പറയുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞല്ലോ വേർഡ്സുകൾ ഇഷ്ടമാണ്, അത് ഇഷ്ടമില്ലാത്ത ശൈലി ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, നമ്മുടെ സ്പീഡിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട്. ഒരുപാട് കാറ്റഗറിയിലുള്ള ആൾക്കാരുള്ളതല്ലേ. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടും, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടില്ല. ചേച്ചി എന്താ പഠിച്ചത്? ഏത് സബ്ജക്റ്റ് ആയിരുന്നു? ഞാൻ മാത്സ് ആയിരുന്നു, ഡിഗ്രി മാത്സ്. അത് കഴിഞ്ഞിട്ട് PG ചെയ്തു അവിടെ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു മാത്സ്. അത് കഴിഞ്ഞിട്ട് BEd ചെയ്തു, അത് മാത്സ് ആയിരുന്നു. എന്ന് റിസൈൻ ചെയ്ത് എപ്പോഴായിരുന്നു? ഞാനിപ്പം എവിടെ പ്രഗ്നന്റ് ആവണേന് 2 മാസം മുന്നേ. ഇപ്പൊ ടീച്ചിങ് ആണോ ഇഷ്ടം അതോ അഭിനയമാണോ? എനിക്ക് ടീച്ചിങ് എൻ്റെ പാഷനാണ്. അത് ഇനിയും തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കുറച്ചുകൂടെ ഒന്ന് ഞാൻ ഇപ്പൊ അസീന ചേച്ചി എന്ന നിലയിൽ എനിക്ക് ടീച്ചറാണ് അല്ലെങ്കിൽ ഞാനൊരു അഭിനേത്രിയാണ് അങ്ങനെ സ്വയം വിലയിരുത്തുന്നത്. ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് പബ്ലിക്കിലോട്ട് ഇറങ്ങുമ്പോൾ ടീച്ചറെ എന്നൊരു വിളിയുണ്ട്, റെസ്പെക്ട് അവിടെ നമുക്ക് കിട്ടും. അപ്പൊ അത് എനിക്ക് വീട്ടിലെങ്ങനെ ടീച്ചറായിട്ട് പഠിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ? അങ്ങനെ പഠിപ്പിക്കാറൊന്നുമില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവളെ ടീച്ചിങ് ആണ് കൂടുതൽ താല്പര്യം. പക്ഷെ അഭിനയിക്കാനും കഴിവുണ്ടെന്ന് നമ്മൾ ഇപ്പൊ എനിക്ക് ഇഷ്ടമാണ്, അഭിനയിക്കുന്ന ഇഷ്ടമാണ്. ഞാനാണ് ഇപ്പൊ കൂടുതൽ വിളിക്കുന്നത്, നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇന്നായിരുന്നല്ലോ അവളെ ഒന്ന് വിളിക്കാറുണ്ട്. ആദ്യം ചേട്ടനാണോ പറഞ്ഞത് നമുക്ക് ചെയ്യാൻ വീഡിയോ? അതെ, നമ്മളെ ഒരു ടീം മാറിയിട്ട് നമ്മൾ പുതിയ ടീം വന്നപ്പോൾ പുള്ളി നമ്മുടെ ടീമിലേക്ക് വന്നതാണ്. അപ്പൊ അതുവരെ പുള്ളി പഠിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടീമിലില്ലായിരുന്നു. അതിനുശേഷം കൊണ്ടുവന്നു, അത് സക്സസ് ആയി മാറി എന്നുള്ളതാണ്. പുതിയ ടീമിൽ ആരൊക്കെയുള്ളത്? പുതിയ ടീമില് നമ്മളിപ്പം അനന്തു, ഹരി, പിന്നെ പുള്ളിയുണ്ട്, പിന്നെ ഒരു എഡിറ്റർ ഉണ്ട്. എഡിറ്റിംഗ് പുതുതായിട്ട് ഈ ഒരു മാസം തൊട്ട്. ചേട്ടൻ ആരാവാനാണ് ആഗ്രഹം അല്ലെങ്കിൽ എന്താണ് ഒരു അംബീഷൻ? പണ്ടേ ഉള്ള അംബീഷൻ എന്ന് പറയുന്നത് ഡയറക്ടർ ആവുക എന്നുള്ളതാണ് അംബീഷൻ. അതിനുവേണ്ടിയാണ് എല്ലാ ശ്രമങ്ങളും. അതെ, സിനിമാറ്റിക് മീ എല്ലാം തന്നെയാണ് ഉദ്ദേശിച്ചത്. സിനിമാറ്റിക് ടൈപ്പ് കണ്ടന്റ്സ്. സിനിമാറ്റിക് ടൈപ്പ് മീൻസ് അതുപോലെ വന്നിട്ട് നമ്മൾ ആ ഉദ്ദേശം പോലെ പേരിന്റെ സാധൂരിക്കുന്ന രീതിയിൽ അത് മാറിയിട്ടില്ല.
പക്ഷേ എങ്കിലും കോമഡി കണ്ടന്റ്സ് കൊടുക്കണം, പിന്നെ ഒരു സീരിയസ് ലെവലിലേക്ക് കൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കോമഡി മതി എന്ന് പറയുന്നവരാണ് കൂടുതലും. സീരിയസ് ഒന്നും താല്പര്യമില്ല. നിങ്ങളെ കാണുമ്പോൾ നമുക്ക് ചിരി വരും, അതായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വലിയ നമ്മൾ വിചാരിച്ച അത്ര ഒരു അക്സെപ്റ്റൻസ് കിട്ടിയില്ല. പക്ഷെ സീരിയസ് ചെയ്താലല്ലേ നമുക്ക് സിനിമയിലോട്ട് കഥയൊക്കെ ഉണ്ട് കയ്യില്. അതെ ഉണ്ട്, എത്ര പേര് ചെയ്യണമെന്നുണ്ട്. ഉടനെ ഒരു സിനിമ പ്രതീക്ഷിക്കാം. അതിലേക്ക് തുടക്കമായിട്ടാണ് നമ്മൾ എഡിറ്ററിനെയൊക്കെ വെച്ചത്. അപ്പൊ ഇക്ക തന്നെയാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ സമയം ഒന്നിനും തികയുന്നില്ല. ഓൾ ഇൻ വൺ ആയിരുന്നു. ഇപ്പൊ നമുക്കൊരു വ്ളോഗ് ചാനലും ഉണ്ട്. അപ്പം അതെല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാവുന്നതുകൊണ്ട് എഡിറ്റിംഗ് കൂടെ. ചേച്ചി എഡിറ്റിംഗ് ഒക്കെ പഠിച്ചോ? ഫോണിൽ എഡിറ്റ് ചെയ്യും. ഫോണിൽ എഡിറ്റ് ചെയ്യും. വ്ളോഗ് ചാനലൊക്കെ ഫോണിൽ എല്ലാം പഠിച്ചു. കുഞ്ഞു എവിടെ കണ്ടില്ലല്ലോ? മുകളിലാണ്. ശബ്ദം കേൾക്കില്ലേ? ഭയങ്കര കരച്ചിലാണ്, കണ്ണ് തുറന്നാ കരച്ചിലാണ്. രാവിലെ ഫുൾ കരച്ചില്, രാവിലെ ഫുള്ള് ഉറക്കമാണ് സാധാരണ. ഇന്ന് നിങ്ങൾ ഇന്റർവ്യൂവിന് വന്നത് കൊണ്ടാണ് ഉണർന്ന് നടക്കുന്നത്. നീ രാവിലെ കരച്ചില്, ഉച്ചയ്ക്ക് കരച്ചില്, രാത്രി കരച്ചില്. കുഞ്ഞമ്മയുടെ പേര് ഡാനാസ്റിൻ. ഡാനാസ്റിൻ ഇപ്പൊ എത്ര മാസമായി? ഇപ്പൊ 2.5 മാസം. അടുത്ത മാസം 11 ആകുമ്പോഴത്തേക്കും 3 മാസം. ഓണം ഒക്കെ അല്ലേ? നമുക്കൊരു ഓണം സെഗ്മെന്റിലോട്ട് കടന്നാലോ? സ്റ്റാർട്ട് ചെയ്യട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു, എന്താണ്? ഓപ്ഷൻസ്: തിരുവോണം, ഓപ്ഷൻ 2 അമ്മായി ഓണം, ഓപ്ഷൻ 3 പൊന്നോണം. ആലോചിച്ചോളൂ. പറഞ്ഞു അല്ല പറഞ്ഞു, ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് ഓപ്ഷൻ ബി അമ്മായി ഓണം. 50-50 ഒക്കെ എടുത്ത് നോക്ക്. ഓപ്ഷൻ ബി അമ്മായി ഓണം. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാം. അമ്മായി ഓണം ശരി ഉത്തരാണ്. താങ്ക് യു. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മഹാബലിയുടെ യഥാർത്ഥ പേര്. ഓപ്ഷൻ തരാം. ഓപ്ഷൻ ഫസ്റ്റ് ഇന്ദ്രസേനൻ, സെക്കൻഡ് വാമനൻ. ഇന്ദ്രസേനൻ. ഉറപ്പിക്കാമോ? ഉറപ്പിക്കട്ടെ. ഓക്കെ, ഓപ്ഷൻ എ ഇന്ദ്രസേനൻ ശരി ഉത്തരം. അതെ, വാമനല്ലാന്നറിയാം, അപ്പൊ എന്തായാലും ഇന്ദ്രസേനായിരിക്കുമല്ലോ. അപ്പൊ മൂന്നാമത്തെ ചോദ്യം, വാമനാവതാരം ഏത് യുഗത്തിലാണ് സംഭവിച്ചത്? ഇതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഇല്ല. ആലോചിക്ക്, മലയാളമൊക്കെ അല്ലായിരുന്നോ സെക്കൻഡ് ലാംഗ്വേജ്? ലാസ്റ്റ് യുഗം എന്ന് വരും. ലാസ്റ്റ്, ആ വാക്കിന്റെ ലാസ്റ്റ് യുഗം എന്നാ വരുന്നത്. ക്വസ്റ്റ്യൻ ഏത് യുഗത്തിലാണെന്നാണല്ലോ. അറിഞ്ഞൂടേട്ടാ, എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ? ത്രതായുഗം. അറിഞ്ഞൂടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളത്തിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളിടുന്നത്, ഏത് നാളിലാണത്? ഇതൊക്കെ ഏത് മുതൽ ഏത് വരെയാണ്? അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളത്തിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളിടുന്നത്, ഏത് നാളിലാണത്? രണ്ട് ഓപ്ഷൻസ് തരാം. മൂലം നാള്, ഉത്രാടം നാള്. ഉത്രാടം നാള്. ഒന്നും കൂടെ ആലോചിച്ചോളൂ. ഇവന് മൂലം നാള്. ഓക്കെ, മൂലം നാളാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ? എനിക്കറിഞ്ഞൂടാ. ദശാവതാരം 10ാമത്തെ. രണ്ട് ഓപ്ഷൻ തരാം. 5ാമത്തെ, 6ാമത്തെ. അല്ല, എനിക്ക് 5ാമത്തെ. 5ാമത്തെ അവതാരമായിരുന്നു വാമനൻ. അറിഞ്ഞൂടാ. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു, എന്നിട്ട് ഹിന്ദി ചോദിക്കരുത്, ഹിന്ദി പറഞ്ഞു. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ അല്ലേ പറഞ്ഞ ഞാനല്ലേ? ഞാൻ ജയിച്ചിരിക്കുന്നു. ഒന്നല്ല, എത്ര പറഞ്ഞു? 2 പറഞ്ഞു. ഗുഡ്. ഒന്നും പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ കുഞ്ഞുമാവയൊക്കെ എത്തിയിട്ടുണ്ട്. കുഞ്ഞിന് പുതിയൊരു ഓണം. അപ്പം കുഞ്ഞ് വരുമ്പം എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടോ? കുഞ്ഞുമാവടുത്തുള്ള ഓണത്തിന് എന്തെങ്കിലും പ്രിപ്പറേഷൻസും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും ഒക്കെ? നമ്മള് സാധാരണ ഓണത്തിന് നമുക്ക് ഡ്രസ്സ് എടുക്കാറാണ് പതിവ്. ഇത്തവണ നമ്മൾ അവക്കാണ് ഡ്രസ്സ് എടുത്തത്, നമുക്ക് എടുത്തിട്ടില്ല. സംഗതി നമ്മളെ ഒരു ഓണം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മൾ ഓണം എന്നൊക്കെ പറയുമ്പോൾ മുമ്പുള്ള ഓണമെന്ന് പറയുന്നത് ഫുൾ ന്യൂ വർക്ക് പ്ലേസ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ഇപ്പം നമ്മള് ഓണത്തിന് ഫുൾ നമ്മളെ വീടും പരിസരവും, ഇപ്പം വർക്ക് മുഴുവൻ നമ്മുടെ വീട്ടിലായതുകൊണ്ട് ചേച്ചിക്ക് നല്ല വ്യത്യാസം ഉണ്ടാവില്ലേ? സ്കൂൾ ടൈമിൽ നിന്ന് ഇപ്പം
ആ ഒരു ഓണവും ഇപ്പൊ എല്ലാം മൊത്തം വീട്ടിലായല്ലോ. അപ്പൊ അതൊക്കെ മിസ് ചെയ്യാറുണ്ടോ? സ്കൂളിൽ മിസ് ചെയ്യാറുണ്ട്. നമ്മള് കുട്ടികളുമായിട്ടുള്ള ഓണാഘോഷം അത് വേറെ തന്നെയാണ്. ഒരുപാട് കുട്ടികളുണ്ടാവുമല്ലോ. അപ്പൊ അവര് ഓണത്തിന് റെഡി ആയിട്ട് ടീച്ചറെ വിളിച്ച് വരികയും ചെയ്യും. ഓണത്തിന് റെഡി ആയിട്ട് വന്നിട്ട് കൂടെ നിന്ന് ഫോട്ടോ എടുക്കണവർക്ക് മെയിൻ ആയിട്ടുള്ളത് ഒരുങ്ങി വന്നിട്ട് ടീച്ചറെ ഫോട്ടോ എടുക്കുക ടീച്ചറെ എന്ന് പറയും. അപ്പോൾ പിന്നെ അവരുടെ പ്രോഗ്രാംസുകൾ, ഞങ്ങളുടെ പ്രോഗ്രാംസുകൾ ഇപ്പൊ നൈറ്റാണ് അവിടെ ഫുൾ പ്രോഗ്രാംസ് നൈറ്റാണ്. വെളുപ്പിന് 3 മണിക്കൊക്കെയാണ് ഞങ്ങൾ ഡാൻസ് കളിക്കാറ് ടീച്ചേഴ്സ്. അത്രയും ഡാൻസും ടീച്ചേഴ്സിന്റെ ഡാൻസ് ഉണ്ടാവും. അല്ല അങ്ങനെയല്ല, നമ്മൾ അത്യാവശ്യം ചെറുതായിട്ട് തിരുവാതിര ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഡാൻസർ. അപ്പം നേരത്തെ ആണെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ഓണം, അപ്പം അതിന് മുമ്പുണ്ടല്ലോ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഒരു ഓണം. അതിനുശേഷം നിങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ഓണം, ഒരു എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഒറ്റയ്ക്ക് ഓണം ഒത്തോണമായിരുന്നു. കാരണം 10 വർഷത്തിന് മേലായി. ലവ് മാരേജ് ആയിരുന്നു. പറഞ്ഞു ലവ് മാരേജ് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? പറഞ്ഞു നമ്മള് +1 സെയിം ക്ലാസ് ആയിരുന്നു. അപ്പൊ അതോട്ടുള്ള ഓണങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ചായിരുന്നു. പരസ്പരം അറിയായിരിക്കും, കാര്യങ്ങളെല്ലാം അറിയായിരിക്കും. ഓണത്തിനൊക്കെ ഒരുമിച്ച് കാണും. ഒരുമിച്ച് +1 +2 നമ്മള് ഒരുമിച്ചാണ് ഓണം ആഘോഷിച്ചത്. സ്കൂളിൽ ആഘോഷിച്ചത്. കോളേജിലും വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഞാൻ സെയിം കോളേജ് ആയിരുന്നു, 2 ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ അടിയായിരുന്നു, മത്സരങ്ങളായിരുന്നു. ഇംഗ്ലീഷും മാത്സും തമ്മിലുള്ള വാശിയേറിയ കോമ്പറ്റീഷൻ ആയിരുന്നു. സ്റ്റേജിൽ കയറി പാടാൻ സ്വാഭാവികമായിട്ട് നമ്മൾ പോവുമല്ലോ. ഓപ്പോസിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ആരായിരുന്നു ജയിക്കുന്നത്? ഇംഗ്ലീഷ് ആണല്ലോ. അങ്ങനെയൊന്നും അല്ല കേട്ടോ, മാത്സ് ആരും ജയിക്കും കേട്ടോ. കലാപരമായിട്ടുള്ള കാര്യത്തിൽ നമ്മളാണ്. അത് മാത്സുകാർക്ക് കലാപരമായിട്ടുള്ള കഴിവില്ലെന്നാണോ പറയുന്നത്? കുറച്ചുകൂടെ കൂടുതൽ ഇവര് കൂടുതലും പഠിത്തത്തിലാണല്ലോ. നമ്മുടെ HOD ഇച്ചിരി സ്ട്രിക്റ്റ് ആയിരുന്നു. പരീക്ഷയ്ക്ക് മറ്റേ പോച്ചയൊക്കെ എഴുതി നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് പഠിച്ചു മാത്സ് പഠിച്ചു പറ്റത്തുള്ളൂ. നമുക്ക് അവർക്ക് പിന്നെ പോച്ച എഴുതി കഴിഞ്ഞാൽ ജയിക്കുമല്ലോ. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അതന്നെ സംഭവിച്ചു. ക്യാമറ ഒക്കെ ചെയ്യുന്നതായിരുന്നു നിങ്ങളുടെ വീഡിയോസിന്റെ? നമ്മളിപ്പം അങ്ങോട്ട് ഷോർട്സ് ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് ചെയ്യുന്നത്. ലോങ് വീഡിയോ നമ്മള് ഏകദേശം പകുതി വരെ നമ്മൾ തന്നെയാണ് എടുത്തോണ്ടിരുന്നത്, ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. പിന്നെ നമ്മള് ഒരാളെ ശംഭു എന്ന് പറയുന്നത് പുതിയ ടീമില് ലോങ് വീഡിയോസ് എടുക്കാനാണ് നമ്മൾ ശംഭുവിനെ വിളിക്കുന്നത്. ഷോർട്ട് വീഡിയോ നമ്മൾ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ചേച്ചി ക്യാമറയൊക്കെ ട്രൈ ചെയ്യണമെന്ന് താല്പര്യമുണ്ടോ? ഫോണിലാണ്, കൂടുതൽ ഫോണിലാണ്. ക്യാമറ നമ്മള് പുറത്തുനിന്ന് ആളെ വിളിക്കുന്നത്. സിനിമയിലോട്ടൊക്കെ അവസരങ്ങൾ വന്നൊക്കെ തുടങ്ങി? സിനിമയിലോട്ട് അവസരം അല്ല, സിനിമ അഭിനയം താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ചാൻസ് മുമ്പേ കിട്ടിയേനെ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അഭിനയത്തിലല്ല, നമുക്ക് കൂടുതലും ഡയറക്ഷൻ ഒരു കഥ എഴുതി ഡയറക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് കൂടുതലുള്ളത്. കഥയൊക്കെ കയ്യിലുണ്ടല്ലോ. കഥയൊക്കെ ഉണ്ട്, അതിന്റെ പഠിപ്പുരയിലാണ് നമ്മൾ. അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. നമുക്ക് കുറച്ച് ഭാഗ്യം എഴുതി തുടങ്ങണം. അതെ. സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ടോ? കുറെ കാലം കൊണ്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനുള്ള ഒരു എന്താണ് ചുറ്റുപാട് ഇതുവരെ നമുക്ക് ഒത്തു വന്നിട്ടില്ല. ഇപ്പോഴാണ് ഏകദേശം ഓൾ ഇൻ വൺ ആയിട്ട് നടക്കുന്നത് കൊണ്ട് ഒന്നിനും സമയം കിട്ടാറില്ല ഇക്കാക്ക്. അപ്പൊ നമ്മള് പിന്നെ അതുകൊണ്ടാണ് നമ്മളൊരു ക്യാമറ കുറച്ചൊരു ഇത് വന്നത് ഇപ്പോഴാണ്. അപ്പൊ നമുക്ക് ഇപ്പോഴാണ് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിനുവേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമുക്കെല്ലാം ഭാഗ്യം എല്ലാം മാത്രമേ നമുക്ക് അതിലോട്ട് എല്ലാത്തിനും ഒരു സമയം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സമയത്തെല്ലാം നടക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശ്രമം തുടരുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പൊ എല്ലാ മേഖലകളിലും അത്യാവശ്യം അറിയാം, എഡിറ്റിംഗ് ആയാലും. അപ്പം ഇതിലും ഏറ്റവും ഇഷ്ടമായ ഡയറക്ഷൻ തന്നെയാണ്. ഫേവറേറ്റ് ഡയറക്ടർ ആരാ? ഫേവറേറ്റ് എനിക്ക് കൂടുതൽ തമിഴ് ഫിലിംസ് ആണ്. സെൽവരാഘവൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് സെൽവരാഘവൻ? ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള സിനിമാറ്റിക് എന്ന് പറയുന്ന സംഭവമാണ്. അതായത് സിനിമ എന്ന് പറയുന്ന ഡ്രീമാണ്. അപ്പൊ ആ ഡ്രീമിനെ കൂടുതലും യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഡ്രാമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ സെൽവരാഘവൻ പോലെ, മിഷ്കിൻ പോലത്തെ ആൾക്കാർ. പിന്നെ അങ്ങനെയുള്ള ഡയറക്ടേഴ്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. രഞ്ജിത്ത് അങ്ങനെയുള്ള ഡയറക്ടേഴ്സ്. മലയാളത്തിലെ നമുക്ക് കൂടുതലും ഹാസ്യമാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അത് വരുമ്പോൾ പ്രിയദർശൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രിയദർശൻ്റെ പണ്ടത്തെ ഫിലിംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് എനിക്കൊരു സിനിമ എടുക്കണമെങ്കിൽ അങ്ങനെ ഡ്രമാറ്റിക് ആയിട്ട് സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയത്തിൽ നല്ല രീതിയിൽ യൂസ് ചെയ്തുകൊണ്ട് എടുക്കണം എന്നാണ്. ഡ്രമാറ്റിക് ആവണമെന്നില്ല, എങ്കിലും മീഡിയം നല്ലോണം യൂസ് ചെയ്ത് എടുക്കണമെന്നാണ് ആഗ്രഹം. ചേച്ചിക്ക് സിനിമയിലായിട്ട് അഭിനയിക്കാൻ താല്പര്യം? അഭിനയിക്കാൻ താല്പര്യമുണ്ട് കേട്ടോ. അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ താല്പര്യമുണ്ട്, പക്ഷെ പേടിയാണ്. വേണ്ട, നമ്മൾ ഒരു അവസരം വരുവാണ് നായികയായിട്ട്. അപ്പം റെഡിയല്ലേ? നായികയായിട്ടോ നായികയായിട്ടോ അത്രയ്ക്കൊക്കെ വേണം.
അല്ല, ഒരു അവസരം വരുവാണ് ഇപ്പൊ സിനിമയുടെ അഭിനയിക്കാനായിട്ട്. അപ്പൊ അഭിനയിക്കാൻ അവസരം വരുവാണെങ്കിൽ പോവും. ഓക്കെ, റെഡി, ഞാൻ റെഡിയാണ്, പോവും. അപ്പൊ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ, ഷോർട്സ് ഇടും അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ കമന്റ്സ് ഇപ്പൊ ഒരു കോയിന് 2 വശം ഉള്ള പോലെ തന്നെ നെഗറ്റീവ് കമന്റ്സും വരാറുണ്ട്, പോസിറ്റീവ് കമന്റ്സും വരാറുണ്ട്. അപ്പം നെഗറ്റീവ് കമന്റ്സിനൊക്കെ എങ്ങനെയാ നോക്കി കാണുന്നത്? നെഗറ്റീവ് കമന്റ്സ് നമ്മളെ മാനസികമായി തളർത്തുന്ന കമന്റ്സ് വരാറുണ്ട്. അതാണ് നമ്മള് പലപ്പോഴും നമ്മളെ സ്റ്റോപ്പൊക്കെ ആയി പോകാറുണ്ട് പലപ്പോഴും. നമ്മള് മനഃപൂർവ്വം കഴുതിക്കുട്ടിയൊക്കെ മാനസികമായി തളർത്തുക എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ ചില ആൾക്കാർ മനഃപൂർവ്വം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ തളർന്നു പോകും നമ്മള്. ചില ആൾക്കാര് വീഡിയോ കാണില്ല, നമുക്ക് അവരുടെ കമന്റ് വായിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും വീഡിയോ കാണാതെയാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് കമന്റ് ഇട്ടിട്ട് അങ്ങ് പോകും. അപ്പൊ അങ്ങനെ തളർത്താറുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ പിന്നെ അതങ്ങ് ശീലമായി മാറി. അല്ല, ഒരു കാര്യം തന്നെ പിന്നെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും പക്ഷെ കൂടുതലും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നമ്മൾ ആ ഓഡിയൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോഴും വീഡിയോസ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് പ്രചോദനം ഫ്യൂവൽ എന്ന് പറയുന്ന ആ ഓഡിയൻസിന്റെ റിവ്യൂസ് ആണ്. നല്ല ഒരുപാട് പേര് നമ്മളെ ഇഷ്ടപ്പെടുന്ന അമ്മ പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അമ്മമാരൊക്കെ ഓടി വന്ന് കെട്ടിപ്പിടിക്കാറുണ്ട്. പയ്യന്മാരെ സെറ്റായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും ഇഷ്ടം പോലെ പേര് നമ്മളെ ആ ഒരു രീതി ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്. അവരുടെ ഒരു ഫ്യൂവൽ, അവരുടെ ചരിത്ര റിവ്യൂ ഒക്കെ നമ്മളെ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇനിയും ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇത് കിട്ടും, പ്രചോദനം, ഒരു മോട്ടിവേഷൻ. ഈ കമന്റ്സിനായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സും. കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള കമന്റ്സ് എന്ന് വെച്ചാൽ നിങ്ങളെ രണ്ടുപേരെയും സിനിമയിൽ കാണണം, അങ്ങനെ പറയുന്ന പ്രേക്ഷകരോട് നിങ്ങളുടെ ഒരു എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് അവസരം വന്നു കഴിഞ്ഞാൽ, എനിക്ക് അവസരം വന്നു കഴിഞ്ഞാൽ ഞാൻ പോകും. ഇക്കാക്ക് അഭിനയത്തിനോട് താല്പര്യം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കാൻ നമ്മൾ അഭിനയിച്ചേ പറ്റൂ എന്നുള്ള, അഭിനയിച്ചേ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിലാണ് എനിക്ക് അഭിനയിക്കേണ്ടി വന്നത്. ഞാൻ ഭയങ്കര ഒരു അഭിനേതാവെന്നല്ലാന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ നമ്മൾ അഭിനയിച്ചേ പറ്റുള്ളൂ. അപ്പം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ നമ്മളെ ഒരു ഫേസ് ആയിട്ട് നിൽക്കുന്ന ആരും ഇല്ലെങ്കിലും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഫേസ് ഉണ്ടെങ്കിലേ പറ്റൂ. ഫേസ് ഇല്ലാത്തതിൻ്റെ വിഷമം നമുക്ക് നല്ലോണം അറിയാത്തുള്ളതുകൊണ്ട് അങ്ങനെ അഭിനയിച്ച് തുടങ്ങിയതാണ്. അഭിനയിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളിനല്ലേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയാം. ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പറഞ്ഞു കൊടുക്കാൻ അറിയാം, ചെയ്യിപ്പിക്കാനും അറിയാം. പക്ഷെ സ്വന്തമായിട്ട് ചെയ്യും കേട്ടോ, ചെയ്യുന്നോണ്ടാണ് നല്ല കമന്റ്സ് വരുന്നത്. അതെ, നല്ല എങ്കിലും പ്രേക്ഷകർക്ക് നിങ്ങളെ ബിഗ് സ്ക്രീനിൽ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അതാണ് അവരെ കമന്റ്സിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹം ഉടനെ നടക്കട്ടെ. ഉറപ്പായിട്ടും അഭിനയിക്കും. ചേട്ടൻ ഇപ്പൊ ഡയറക്ടർ ആവാനാണ് ആഗ്രഹം. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ജോണറാണ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്? എനിക്ക് ഡ്രമാറ്റിക് ആക്ഷൻ സാധനങ്ങളാണ് താല്പര്യം. കോമഡി ഭയങ്കര ഇഷ്ടമാണ്. കോമഡി പക്ഷേ നമ്മള് സിനിമയില് ഇപ്പൊ കോമഡിയിലും പലപ്പോഴും കോമഡി ഫിലിംസ് കുറവാണ് നമുക്ക് മലയാളത്തിൽ. എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫേവറേറ്റ് ഉള്ള ഒരു കോമഡി ഫിലിം അങ്ങനെ CID മൂസ. അത് അത്രയ്ക്ക് കോമിക് ആയിട്ടൊരു ഫിലിം മലയാളത്തിൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ചോദ്യങ്ങളും ഇതൊക്കെ വരും. നോക്കാറുണ്ട് എല്ലാവരും. അപ്പം കോമിക് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചിലപ്പോൾ ലോജിക്കിന്റെ ആവശ്യം വേണ്ടി വരില്ല. പക്ഷെ നല്ല ചിരിച്ച് കളിച്ച് പോകാൻ ഒരു സിനിമയും താല്പര്യമുണ്ട്. കൂടുതലും ഡ്രമാറ്റിക് ആയിട്ട് ആക്ഷൻ ബേസ്ഡ് ഒരു സിനിമ എടുക്കാനാണ് താല്പര്യം. അപ്പൊ ചേട്ടനൊരു ഡയറക്ടറായി, സക്സസ്ഫുൾ ആയി. അപ്പൊ ഫിലിം റിവ്യൂസ് ഒക്കെ കാണാറുണ്ടല്ലോ. ഇപ്പൊ ഏതൊരു ഫിലിം ഇറങ്ങിയാലും ഫസ്റ്റ് ഫിലിം റിവ്യൂസ് ആണ് വരുന്നത്. അപ്പൊ ഫിലിം റിവ്യൂസിനുള്ള അപ്രോച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അതെന്നുള്ള സംഭവം അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മൾ ഒരു സാധനം ഒരു സിനിമ ചെയ്തു, അത് മോശമാണ് എന്നുണ്ടെങ്കിൽ അത് പറയും, മോശമാണെന്ന് പറയും. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് കാര്യം. ഫിലിം റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്? ചില സിനിമാസ് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? നല്ല സിനിമ ആണെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഇപ്പോൾ ഒരാൾ വന്ന് റിവ്യൂ പറയുവാണ്, ജസ്റ്റ് കാണാണ്ട് തന്നെ വന്ന് പറയുകയാണ് ഇത് കൊള്ളില്ല, അപ്പൊ ആ ഫിലിമിന്റെ ഒരു ഇത് അവിടെ തീർന്നില്ലേ? ഇല്ല, അങ്ങനെ ഒരാൾ പറഞ്ഞുകൊണ്ട് തീരുമെന്ന് എനിക്ക് എന്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ല സിനിമകൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഇനി ഇറക്കി വളരെ കുറച്ച് ഓഡിയൻസേ ഉള്ളൂ, വളരെ കുറച്ച് തിയേറ്റേഴ്സേ ഉള്ളൂ എന്ന് പൊങ്ങി പോലും പിന്നീട് അത് ഭയങ്കര രീതിയിൽ പൊങ്ങി വരും. OTT ആയിരുന്നാലും തിയേറ്ററിക്കലായിരുന്നാലും ചിലപ്പോൾ അത് ഭയങ്കര രീതിയിൽ പൊങ്ങി വരും. നല്ലൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല തകർക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഇപ്പം ഒരു ഡയറക്ടർ ഒരു സിനിമ എടുക്കുമ്പം അത് പരാജയപ്പെടണമെങ്കിൽ അത് ഡയറക്ടറിന്റെ റൈറ്ററിന്റെ പ്രശ്നമാണ്. പക്ഷെ അത് വിജയിക്കുമ്പോൾ അത് എല്ലാവരുടെയും വിജയമാണ്. എല്ലാവരും വിജയിച്ചു, എല്ലാവരുടെയും കഴിവാണ്. പക്ഷെ പരാജയപ്പെടണമെങ്കിൽ എല്ലാവരും കുറ്റം പറയാൻ പറ്റില്ല. ഡയറക്ടറിന്റെയും റൈറ്ററിന്റെയും പ്രശ്നമാണ്. എന്റെ ഒരു പേഴ്സണലി ഉള്ള കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ നല്ലൊരു ആക്ടർ അവിടെ ഉണ്ടാവും. അതെ, അതും വേറൊരു കാര്യം. അങ്ങനെ ഉണ്ടാവുമായിരിക്കും, ഉറപ്പായിട്ടും ഉണ്ടാവും. ചേട്ടനിപ്പം സിനിമയില് ഇപ്പം ആ ഒരു നായകൻ അങ്ങനെ ആരെങ്കിലും മനസ്സിലുണ്ടോ? ഇന്ന നായകൻ വേണം
അങ്ങനെ നമ്മള് മലയാളത്തിൽ ഇപ്പൊ എല്ലാം നല്ല ഇഷ്ടംപോലെ നായകന്മാർ ഉണ്ട്. പിന്നെ ആളെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴേ അയാളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ അടുത്ത് നമുക്ക് പോകാൻ പറ്റില്ല. പോകാൻ പറ്റില്ല, അത് വേറെ പ്രശ്നം. പക്ഷെ എനിക്ക് ആസിഫ് അലിയെ ഭയങ്കര ഇഷ്ടമാണ്. ആസിഫ് അലി പിന്നെ ഫഹദ് ഫാസിൽ ഭയങ്കര ഇഷ്ടമാണ്. ദുൽഖറിനെ ഇഷ്ടമല്ല? ദുൽഖറിനെ ഇഷ്ടമാണ്. പിന്നെ മമ്മൂക്ക ലാലേട്ടൻ പ്രണവിനെ ഇഷ്ടമല്ല? എല്ലാരും ഇഷ്ടം, എല്ലാവരും ഇഷ്ടമാണ്. മലയാളത്തിലുള്ള എല്ലാവരും ഇഷ്ടമാണ്. ഒരു പുതിയ ബൊട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരുടെ ഐഡിയ ആണ്? ഇരിക്കുന്ന ചേട്ടന്റെ ഐഡിയ ആണോ? അത് നമ്മള് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കണമല്ലോ. ബൊട്ടീക്കായിട്ടല്ല, നമ്മള് ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ബ്രാൻഡാണ്. ഡിസൈൻസും കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെയാണ് ചെയ്യിക്കുന്നത്. ഞങ്ങളല്ല ചെയ്യുന്നത്, പക്ഷെ നമ്മള് ഐഡിയ കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും, എടുക്കുകയാണ് ചെയ്യുന്നത്. മുമ്പ് ഒരു എനിക്കൊരു ചെറിയ മീഡിയ ഫേം ഉണ്ടായിരുന്നു, അപ്പൊ ബിസിനസ് ആയിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കോവിഡ് സമയമായപ്പോൾ നമുക്കത് നല്ല രീതിയിൽ റൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിനുശേഷം ഒരു അത്യാവശ്യം നല്ലൊരു ചെറിയ ബിസിനസ് തുടങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്താണ് ഇത് തുടങ്ങിയത്. ബ്രാൻഡായിട്ടാണ് തുടങ്ങിയത്. നമ്മൾ ഒഫീഷ്യലായിട്ടൊന്നും തുടങ്ങിയില്ല. നമ്മളൊരു ടെസ്റ്റായിട്ട് നോക്കിയതാണ്. അത് ഓക്കെ ആവുമോ, നമുക്ക് സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിക്കുമോ എന്നുള്ളത്. പിന്നെ നമ്മളുടെ ഒന്നും ഡ്രസ്സിങ് സ്റ്റൈല് കണ്ടിട്ടാരും വാങ്ങില്ല. കാരണം വെച്ചാൽ നമ്മളൊന്നും അങ്ങനെ ഡ്രസ് സെൻസ് ഉള്ള ആൾക്കാരൊന്നും അല്ല. പക്ഷെ ഇത് ചെയ്യണം, ഇങ്ങനൊരു സാധനം ചെയ്യണം, ഇങ്ങനത്തെ ഡിസൈൻസ് വേണം, അതിനുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ട്. എനിക്കൊരു ബൊട്ടീക്ക് തുടങ്ങണമെന്ന് നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇക്കാക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ ടൈം എടുക്കും, ഓരോന്നായിട്ട് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓണമല്ലേ, ഓണത്തിന് ഇപ്പം കച്ചവടമൊക്കെ. ഓണത്തിന് നമ്മള് പൊടി പൊടിക്കുന്നുണ്ടോ? പൊടി പൊടിക്കുന്നത് വളരെ കുറച്ച് സ്റ്റോക്ക് എടുത്തിട്ടുള്ളൂ. അപ്പൊ നന്നായിട്ട് പോയി, അത് ഏകദേശം നന്നായിട്ട് പോയി, ക്ലിയർ ആയി. ചേട്ടൻ ആക്ടേഴ്സിനൊക്കെ ഓഡീഷൻ വഴിയാണോ സെലക്ട് ചെയ്യുന്നത്, അതോ അല്ലാണ്ട് ജസ്റ്റ്? ഇവിടെ നമ്മള് കൂടുതലും അങ്ങനെ തന്നെയാണ്. നമ്മള് വീഡിയോസ്, അവർ ചെയ്ത വീഡിയോസ് നോക്കുന്നു, എന്നിട്ട് വരുമ്പോൾ അവതരിപ്പിച്ച് നോക്കാറുണ്ട്. അവർ നമ്മൾ വലിയൊരു സംഭവം. അപ്പം അതിനനുസരിച്ചുള്ള ഓഡീഷൻ തുടക്കക്കാരെ നമ്മള് എടുക്കാറുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവർ ഓക്കെ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊന്നും ഇല്ല. എങ്കിലും നമ്മൾ തുടക്കക്കാർ നോക്കാറുണ്ട്. എല്ലാ സാധനങ്ങളും, ഇപ്പൊ എഡിറ്റിംഗ് ആയിരുന്നാലും ക്യാമറ ആയിരുന്നാലും നോക്കിയിട്ട് അത്യാവശ്യം നോക്കി. അവർക്കൊരു അവസരമാണല്ലേ? അവർക്കൊരു അവസരമാണ്. ഇത് അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എന്തും കളഞ്ഞിട്ട്, ക്ലാസ് ആയാലും എല്ലാം കളഞ്ഞിട്ട് ഇതിനു വേണ്ടി വരുന്നവരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം നമ്മൾ അങ്ങനെ നോക്കാറുണ്ട്. അതിനുവേണ്ടി ആവശ്യമുണ്ട്, അത് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ആൾക്കാരെ ഡിറ്റർമൈൻഡ് ആയിട്ട് മാത്രമേ എടുക്കുക, അങ്ങനെയുള്ളത് മാത്രമേ നോക്കാറുള്ളൂ. നമ്മൾ അല്ലാതെ വേറെ ഒരു ഫീൽഡിൽ പോകണം ഇരിക്കുന്ന ആൾക്കാരെ മാക്സിമം നോക്കാം. വേറൊരു ഫീൽഡിൽ പോയിട്ട് ജസ്റ്റ് ടൈം പാസിന് വേണ്ടി വരുന്ന അങ്ങനെ ഒരു ഇതല്ല. അപ്പൊ സിനിമയിലേക്ക് എത്തിപ്പെടണം മാത്രം നോക്കിയെടുക്കാം. ഓണം കച്ചവടമൊക്കെ പൊടി പൊടിക്കുന്നത്. എന്താണ് ഷോപ്പിന്റെ പേര്? ഷോപ്പല്ല, നമ്മുടെ ബ്രാൻഡാണ് നോട്ടി, KNOTI. ആരാണ് ആ പേര് സെലക്ട് ചെയ്തത്? എല്ലാം ഇക്ക തന്നെയാണ് ചെയ്യുന്നത്. ഇക്ക സോർട്ട് ഔട്ട് ചെയ്തിട്ട് എന്റെ അടുത്തും കൂടെ ചോദിക്കും. ചോദിച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അതിന്റെ നോട്ടി മീൻസ് ഒരു കെട്ട് ബോണ്ട്, ബോണ്ടഡ് ടു യു എന്നുള്ളതാണ് നമ്മുടെ അർത്ഥം. ബോണ്ടഡ് ടു യു. അപ്പൊ ഏത് ടൈപ്പ്? എല്ലാ ടൈപ്പും നോക്കുന്നുണ്ട്, മെൻസും എല്ലാം. അല്ല, നമ്മള് ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നായിട്ട് നമ്മൾ ആദ്യം നമ്മള് ടീഷർട്ട് ഇറക്കി, അത് യൂണിസെക്സ് ആയിട്ടാണ്. നോർമലായിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളേതായിട്ടുള്ള സ്റ്റൈൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? നമുക്ക് നിങ്ങളുടെ മനപ്പുരത്ത് നോക്കാം. ഓക്കെ, നല്ല മനപ്പുരത്തായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, രണ്ടുപേരും ഉത്തരം എഴുതുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാതെ. ഫസ്റ്റ്, ചേച്ചി ചേട്ടൻ ഒരുപാട് സിനിമകളൊക്കെ കാണാറുണ്ടല്ലോ. അപ്പം ചേച്ചിയുടെ ഫേവറേറ്റ് സിനിമ രണ്ടുപേരും എഴുതിക്കണം. എനിക്ക് അങ്ങനെ എഴുതിക്കോ. എന്റെ വേറെ സിനിമ ഇക്കാറിയാവോ? എനിക്ക് അറിഞ്ഞൂടല്ല. ഇന്നലെ നമ്മൾ സംസാരിച്ചേ അതിടാൻ പറഞ്ഞിട്ട് നീ അറിയാതെ അതല്ല വേറെയാണെന്ന് പറഞ്ഞു. ഓക്കെ എഴുതി കഴിഞ്ഞു. ഓക്കെ, ചേട്ടന്റെ ഉത്തരം ചേച്ചിയും ചേച്ചിയുടെ ഉത്തരം ചേട്ടനും വായിച്ചു. ഉറക്കെ വായിച്ചു കേട്ടോ. ഇങ്ങനെ ക്രോസ് ചെയ്ത് വായിച്ചു. ഓക്കെ. ഉറക്കെ. എന്താ അരുന്ധതി? സത്യം പറഞ്ഞ അരുന്ധതി എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട സിനിമ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ സിനിമ. എന്നാലും ഇടാൻ പറഞ്ഞായിരുന്നു അരുന്ധതി. അപ്പൊ അതിന് വരെ വേറെ സിനിമയായിരുന്നു. കുഴപ്പമില്ല. അപ്പൊ ഏതാണ് ഫേവറേറ്റ് സിനിമ ചേച്ചി? ഇത് രണ്ടും ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. ഫേവറേറ്റ് സിനിമ ഇപ്പൊ ഏതാ? അരുന്ധതി ഇഷ്ടമാണ്. അപ്പൊ ആർക്കാ ടാസ്ക് കയറണ്ടേ? ഒരു ടാസ്ക് അല്ല, എന്റെ സിനിമ എനിക്കല്ലേ തെറ്റിയത്. എന്താണ് ടാസ്ക്? അയ്യോ വേണ്ട, അപ്പൊ ടാസ്ക് ഒക്കെ ചെയ്തോ.
ഓക്കെ അങ്ങനെ ചെയ്യാം. ആരാ ചെയ്യാൻ പോകുന്ന ടാസ്ക്? ടാസ്ക് ഒക്കെ ചെയ്തു. എൻ്റെ ഒരു ബൗളുണ്ട്, അതിൽ കുറച്ച് ടാസ്കുകളുണ്ട്. ഓക്കെ എടുത്തോളൂ. കുഴപ്പം പിടിച്ച സാധനം തന്നെ. താ വെച്ച് തുടങ്ങുന്ന 5 സിനിമ പേര് എളുപ്പം പറഞ്ഞു. താ വെച്ച് തുടങ്ങുന്ന ഉണ്ട്. കാവളം. നീ ഉണ്ട്. ഞാൻ പറഞ്ഞ തെങ്കാശിപ്പട്ടണം, ഓക്കെ 2. തൂവാൻ തുമ്പികൾ, മമ്മൂട്ടിയുടെ സിനിമയുണ്ട്, മമ്മൂട്ടിയുടെ സ്നേഹ. ടോപ്പിൽ ജോപ്പിൽ. ഇനിയുണ്ട് മമ്മൂട്ടിയുടെ സ്നേഹയുടെ ഒരു സിനിമയുണ്ട്. മമ്മൂട്ടിയുടെ സ്നേഹയുടെ പറ. തുറപ്പുകുലെ. ഓക്കെ 5 ആയില്ലേ? 5. ഓക്കെ ഓക്കെ ഗുഡ്. അപ്പൊ അടുത്ത ക്വസ്റ്റിനോട് പോവാം. ഓക്കെ. ഇക്കാരുടെ ഫേവറേറ്റ് സിനിമ അത് ചോദിക്കൂലല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ചേട്ടൻ എങ്ങനെ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കോ? ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാം. ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുമോ? അപ്പൊ ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ? നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മതിയാ ചേട്ടൻ്റെ? ഓക്കെ, ഇവിടെ ഉണ്ടാക്കുന്നതാ? വീട്ടിലുണ്ടാക്കുന്ന. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ്. ഓക്കെ, വായിച്ചോ. ചില്ലി ചിക്കൻ. ചില്ലി ചിക്കൻ. ഗുഡ്. സ്ഥിരം ഉണ്ടാക്കാം. സ്ഥിരം വാങ്ങിച്ചിട്ട് തരാണ്ട് നമ്മളെ ഉണ്ടാക്കാറുണ്ട്, അതുകൊണ്ട് ഇഷ്ടമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. നിങ്ങൾ ഒരുപാട് സ്ഥലത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇഷ്ടമാണോ യാത്രയൊക്കെ ചെയ്യാൻ? അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ ഫേവറേറ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടം നമ്മൾ പോയിട്ടുള്ളത് പോയിട്ടുള്ളത് എഴുതിയോ? ഓക്കെ, പറഞ്ഞു. വായിച്ച മൂന്നാർ. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. ചേട്ടനൊരു ഡയറക്ടർ ആണല്ലോ ആഗ്രഹം. ചേട്ടൻ്റെ ഫേവറേറ്റ് ഡയറക്ടർ, ചേട്ടൻ്റെ ഫേവറേറ്റ് ഡയറക്ടർ. ലാംഗ്വേജ് പറയാമോ? മലയാളത്തിലെ ഏതങ്ങോട്ട് എനിക്കറിയാലോ. കോമഡി. കോമഡിയാ? എനിക്ക് ഡയറക്ടറിന്റെ പേരുകളൊന്നും ആകെ അറിയാവുന്ന ഒരു ഡയറക്ടറേ ഉള്ളൂ, അയാളുടെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. എഴുതിയോ? രണ്ടുപേരും എഴുതിയോ? ഓക്കെ, വായിച്ചോ. പ്രിയദർശൻ. രണ്ടുപേരും പ്രിയദർശൻ. ഗുഡ് ഗുഡ്. ടാസ്ക് ഒന്നും ചെയ്യേണ്ടത് നിങ്ങൾക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചേച്ചിക്ക് ആഭരണമൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ, ചേച്ചിയുടെ ഫേവറേറ്റ് ജ്വല്ലറി ഏതാ? നീ എപ്പോഴും വാങ്ങിത്തരാൻ പറയാ സാധനം. ക്ലൂ ഒക്കെ ഉണ്ട്. ഓക്കെ. എഴുതിയോ? ഓക്കെ, പറഞ്ഞോ. ഇയറിംഗ്. ഇയറിംഗ്. നിങ്ങൾ ടാസ്ക് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. 10 ദിവസമല്ലേ ഉള്ളൂ? അല്ല 10 എന്നാലും ഉണ്ട്. ഉണ്ട്. ടാസ്ക് ഒന്നും ചെയ്യേണ്ടി വരില്ല. ഓക്കെ ഓക്കെ. ചേച്ചിയുടെ ഫേവറേറ്റ് കളർ? ഓക്കെ. എഴുതി കഴിഞ്ഞു? ഓക്കെ, പറഞ്ഞോ. വൈറ്റ്. വൈറ്റ്. അതും ശരിയാക്കി. ഓക്കെ, അടുത്ത്. 10 വർഷം സ്നേഹിച്ചില്ല, എന്തെങ്കിലും അറിയണ്ടേ? ഓക്കെ, ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ് എന്താ? ചേച്ചിയുടെ ആണ്. പറഞ്ഞു. മന്തി. മന്തി. ഓക്കെ ഓക്കെ. നമ്മൾ അടുത്ത തവണ തെറ്റിച്ചിരിക്കും ഉറപ്പായിട്ടും. പറഞ്ഞോളൂ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ചേച്ചിയുടെ ടീച്ചർ ആണല്ലോ, അപ്പൊ ചേച്ചിയുടെ ഫേവറേറ്റ് ടീച്ചർ ആരാണ്? എഴുതിയോ? പറഞ്ഞോ. സുരേഷ് സാർ. ഞാൻ ശ്യാമിലി ടീച്ചർ. അപ്പൊ ടാസ്ക് ചെയ്യാലോ. ഓക്കെ, ഞാൻ ചെയ്യാം. നേരത്തെ ചെയ്താൽ എളുപ്പമുള്ളതായിരിക്കുമല്ലേ? എളുപ്പമായിരിക്കും. നേരത്തെ ഞാനല്ലേ തെറ്റിച്ചത്? ഒക്കെ ചെയ്താൽ മതിയാ. ഏത് എനിക്കെല്ലാം ഇത് തന്നെ കിട്ടുന്നത്. ഏതെങ്കിലും ഒരു ആക്ടറിനെ അനുകരിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു ഡയലോഗ്. ചേട്ടൻ ഹെൽപ്പ് ചെയ്യാം. ഏത് ചോത്തോളാണ് എടുത്തോളം? അയ്യോ, അതൊക്കെ പറയണോ? അവരുടെ ഒരു അവസാനം എന്നെ ട്രോളാനുള്ള അവരുടെ ഒരു ശൈലിയിലൊക്കെ പറയണേ, അതുപോലൊക്കെ. അല്ലെങ്കിൽ ചേച്ചിയുടെ ഒരു രീതിയിൽ പറഞ്ഞു. എന്ത് പറയാ? ചേച്ചി ചേട്ടനോട് പറയാം. ഡയലോഗ് പറ. നിങ്ങൾ ഇപ്പൊ ഷോർട്സ് ചെയ്യാൻ പോവാ. നമ്മളത് പറഞ്ഞാൽ മതി. നമ്മള് പറഞ്ഞ നിങ്ങളുടെ സിനിമ അല്ല, ഷോർട്സ്. ഇതാണ് യഥാർത്ഥ സൗണ്ട്. വേറെ ഞാൻ സിനിമ ആരെ അങ്ങനെ ഇനി അനുകരിച്ച് പഠിച്ചു വെച്ചേ. സിനിമ അങ്ങനെ കണ്ട് ഇങ്ങനെ അനുകരിച്ചിട്ടില്ല ഇതുവരെ. ഓക്കെ, ഇത് മതിയല്ലോ അല്ലേ? അത് മതി. ഓക്കെ, ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 2 ടാസ്ക് തരട്ടെ അല്ലാണ്ട്. ഓക്കെ, ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് മാർക്കമില്ലേ? 9 എത്ര എണ്ണം തെറ്റി? 2 എണ്ണം തെറ്റിയല്ലേ? ബാക്കി ശരിയായി 7. ഓക്കെ, എടുത്തു.
അവിടെ കുറവാണ്. ഭാര്യയെ പോയിട്ട് 5 കാര്യങ്ങൾ പറയും. ഞാൻ നോക്കിയിരിക്കാം. ഉള്ള കാര്യങ്ങൾ പറയാനേ. നീ ഉണ്ടാക്കണ ചില്ലി ചിക്കൻ നല്ലതാണ്. ഓക്കെ, താങ്ക് യു. പിന്നെ ഒന്നുമില്ലല്ലേ? കാണാൻ ഭയങ്കര ഓക്കെ, താങ്ക് യു. നല്ലോണം അഭിനയിക്കും കേട്ടോ. 3 ഇതൊക്കെ ഉള്ളു. പറ 2 കൂടെ. ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെങ്കിലും പറ. നീ എന്നെ കൊച്ചിനെ നോക്കിയില്ലെങ്കിൽ ഞാൻ നോക്കിയില്ലെങ്കിൽ നീ നോക്കും. അതാണ് പുകഴ്ത്തി പറയണത്. എന്നെ പുകഴ്ത്താനാണ് പറഞ്ഞത്. നീ കൊച്ചിനെ നല്ലോണം നോക്കും. ഓക്കെ, അത് ഉള്ള കാര്യമല്ലേ, പുകഴ്ത്തൊന്നും അല്ലല്ലോ. പറ പറ ഒന്നും കൂടെ. പിന്നെന്തോ നിന്നെ കെട്ടെടുത്ത് ഭയങ്കര സ്നേഹം. മതിയല്ലേ? ഓക്കെ, കഴിഞ്ഞിട്ടെ. ഓക്കെ, ഈ ചേച്ചി കൂടെ പറഞ്ഞു. നേരത്തെ എടുത്തത് അതെടുക്കണ്ട, വേറെ പച്ച. ഇഷ്ടമുള്ള എടുത്തു, ഇഷ്ടമുള്ള. ക എന്ന അക്ഷരം വെച്ച് പാട്ട് പാടുക. എനിക്ക് കിട്ടുന്നില്ല, ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ. പാട്ട് പാടുക. മറ്റേ ഞാൻ പാടാൻ വന്നത്. നല്ല പാട്. കണ്ണാന്തുമ്പി ലിറിക്സ് അറിയാം. കണ്ണാന്തുമ്പി പോരാമോ എന്നാണ്. കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. കുറച്ചും കൂടെ. അതില്ലല്ലോ ഇന്നെഞ്ചിൽ പൂക്കാലം കളിയാടാൻ. എനിക്ക് അറിഞ്ഞൂടല്ല അതെന്നെ സാധനം. ഈ ടാസ്ക് ചെയ്യാൻ താല്പര്യമാണ്. ഒന്നും കൂടെ എടുത്തോ. ഭർത്താവിന്റെ ഇഷ്ടപ്പെടാത്ത 5 സ്വഭാവങ്ങൾ പറയട്ടെ. ഒരുപാട് രാവിലെ തുറന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കും വൈകുന്നേരം വരെ. അത് ഫസ്റ്റ് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം. വിളിച്ചാൽ കേൾക്കൂല പെട്ടെന്ന്. ഇങ്ങനെ എന്തെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്ര വിളിച്ചു കഴിഞ്ഞാലും ശ്രദ്ധിക്കത്തില്ല. 2ാമത്തെ കാര്യം. പിന്നെ ഇഷ്ടപ്പെടാത്തല്ലേ, പെട്ടെന്ന് ദേഷ്യം വരും. 3 ദേഷ്യം അങ്ങനെ പെടൂല, ദേഷ്യം വരും, പെട്ടെന്ന് ദേഷ്യം വരും. മടി. മടിയനാണോ? മടിയനാണ്, ഇച്ചിരി മടിയുണ്ട്. 4 ഇനി പറഞ്ഞാ കേൾക്കൂല, അനുസരണയില്ല. ഞാൻ ടീച്ചറാണ്, ഞാൻ അനുസരിക്കണം. ഓക്കെ, ഇക്കാക്ക് 1 എടുത്തുള്ളൂ. ഒരു ക്ലാപ്പ് എല്ലാവർക്കും. ഒരുമിച്ച് ക്ലാപ്പ് അടിച്ചില്ലേ? ഈ സെഗ്മെന്റ് ഇഷ്ടപ്പെട്ടോ? മനപ്പൊരുത്തൊക്കെ ഓക്കെയാണോ? 9 പൊരുത്തോണ്ട്. അപ്പം വിജയകരമായി സിനിമാറ്റിക് മീ എന്ന യൂട്യൂബ് ചാനൽ തിളങ്ങി നിൽക്കുവാണ്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുവരെ ഞങ്ങളെ കൊണ്ട് എത്തിച്ചത്. ഇനിയും ആ സപ്പോർട്ട് ഉണ്ടാവണം. നമ്മളെ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അതിലെല്ലാം നിങ്ങളുടെ സിനിമാറ്റിക് മീ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പുതിയ ക്ലോത്തിങ് ബ്രാൻഡ് ആയിട്ടുള്ള നോട്ടിയും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും സിനിമാറ്റിക് മീയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി അടുത്തൊരു അതിഥിയായിട്ട് വരുന്നത് വരെ ഇറ്റ്സ് മീ സീത സൈനിങ് ഓഫ്. ടാറ്റ.